നാടാകെ വരൾച്ചയുടെ പിടിമുറുക്കത്തിൽപ്പെട്ട ദാഹജലം തേടുമ്പോഴും മലമുകളിൽ വറ്റാത്ത നീരുറവയുടെ നിറകുടമൊരുക്കി സന്ദർശകർക്ക് കുളിര് പകരുന്ന കാഴ്ചയൊരുക്കുകയാണ് സേനാപതി പഞ്ചായത്തിലെ കാറ്റൂതിമേട്. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ ഉയരത്തിലാണ് കാറ്റൂതിമേടും ഒരേക്കറോളം സ്ഥലത്ത് പരന്നുകിടക്കുന്ന കുളവും സ്ഥിതി ചെയ്യുന്നത്. കാറ്റ് ശബ്ദമുണ്ടാക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് കാറ്റൂതിമേടിന് ഈ പേര് ലഭിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നുവെന്നും അവരും വന്യജീവികളും ഈ കുളത്തിലെ വെള്ളം കുടിക്കാൻ എടുത്തിരുന്നുവെന്നും പഴമക്കാർ പറയുന്നു. കുളത്തിന്റെ കരയിൽ കന്നിമാരിയമ്മൻ ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിൽ കുളത്തിൽ നിന്ന് ലഭിച്ചതെന്ന് കരുതുന്ന സപ്തകന്യകമാരുടെ ശില്പവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 5 പതിറ്റാണ്ട് മുൻപ് തന്നെ മുതുവാൻ സമുദായക്കാരായവരെല്ലാം ഈ പ്രദേശം വിട്ടുപോയി. സമീപ പ്രദേശങ്ങളിൽ തോട്ടം തൊഴിലാളികളായി എത്തിയ തമിഴ് ജനത കുളവും ക്ഷേത്രവും പവിത്രതയോടെ സംരക്ഷിച്ചു. ഇപ്പോൾ ഇത്ര ആഴ്ചനുണ്ട്, 20 ആഴ്ച 11 ആഴ്ച ഇങ്ങനെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് ഒരു തീർന്നു കഴിയുമ്പോൾ അവർ ഉടമ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സുഖമായിട്ട് അമ്മയും തീർത്തും തരും. അതുപോലത്തെ വർഷത്തിലെ ഒരു പ്രാവശ്യം മാർച്ച് 16, 17, 18 ഇവിടുത്തെ 3 ദിവസം ഉത്സവമുണ്ട്. താളമ്പള്ളിയെടുക്കുണ്ട്, മുളപ്പയറുണ്ട്, പിന്നെ മറ്റാ കരകാട്ടം, ഇതൊക്കെ ഒരു ചെറിയ ചെറിയ വിളയാട്ടുകളും ഉണ്ട് എല്ലാ വർഷവും ഉള്ള. പക്ഷേ അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ഇവിടുത്തെ ഒരു ചെറിയ പൂജയുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ സപ്തകന്യമാർ ഉണ്ട്. നവീകരിച്ച ക്ഷേത്രത്തിന് സമീപം കാവൽ ദൈവമായ കറുപ്പുസ്വാമിയുടെ ശില്പം സ്ഥാപിച്ചു. വർഷത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാറുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തെ ചേലമരത്തിൽ വ്രതശുദ്ധിയോടെ തൊട്ടിൽ കെട്ടിയാൽ സന്താന സൗഭാഗ്യം ലഭിക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു. സേനാപതി പഞ്ചായത്തിലെ വട്ടപ്പാറയിൽ നിന്നും 4 കിലോമീറ്ററും ശാന്തമ്പാറ പഞ്ചായത്തിലെ പള്ളിക്കുന്നിൽ നിന്ന് 5 കിലോമീറ്ററും സഞ്ചരിച്ചാൽ കാറ്റൂതിമേട്ടിലെത്താം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.